ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. കർത്താവിൽ പ്രിയരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള ചില വാക്യങ്ങളാണ്. കർത്താവിൻ്റെ മഹത്തായ ഗിരിപ്രഭാഷണമാണ് 5, 6, 7 അധ്യായങ്ങളെന്ന് നമുക്കറിയാം. 5ൻ്റെ 21 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് പറയുന്നു, കൊല ചെയ്യരുതെന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്ന് പൂർവന്മാരോട് അരുളിച്ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. അതായത് പഴയ നിയമത്തിൽ കൊലപാതകം ചെയ്യുന്നവന് ലഭിക്കുന്ന അതേ ശിക്ഷയാണ് പുതിയ നിയമത്തിൽ കോപിക്കുന്നവനെന്ന്. പഴയ നിയമത്തിൽ ഒരു പ്രവൃത്തി ആക്ട് നടന്നെങ്കിൽ മാത്രമേ ശിക്ഷയുള്ളൂ. മോഷണം, വ്യഭിചാരം, കൊലപാതകം ഇവ ചെയ്യുന്നവരെയൊക്കെ കഠിനമായി ശിക്ഷിച്ചിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ യേശു പറയുന്നു, അങ്ങനെ പ്രവൃത്തി ചെയ്തില്ലെങ്കിലും പ്രവൃത്തി ചെയ്യാൻ മനസ്സിൽ നിരൂപിച്ചു കഴിയുമ്പോൾ അത് പ്രവർത്തിച്ചതിന് തുല്യമാകും. ഇതാണ് പഴയ നിയമത്തിലെ ന്യായപ്രമാണവും യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലും തമ്മിലുള്ള വലിയൊരു അന്തരം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ, ഞാൻ നിങ്ങളിൽ ഒരാളോട് കോപിച്ചു എന്ന് വിചാരിക്കുക. അതികഠിനമായി കോപിച്ച് നിങ്ങളെ കൊല്ലാനുള്ള ആഗ്രഹം എനിക്കുണ്ടായി. പക്ഷെ ഞാൻ കൊന്നില്ല. ഞാൻ കൊല്ലാതെ മാറിയെങ്കിൽ അത് നിങ്ങളോട് സ്നേഹം വന്നിട്ടല്ല ഞാൻ കൊല്ലാതിരുന്നത്. ഒന്നുകിൽ നിങ്ങളെ ഭയപ്പെടുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളെ ഭയപ്പെടുന്നു, അല്ലെങ്കിൽ നിയമത്തെ ഭയപ്പെടുന്നു, അല്ലെങ്കിൽ സമൂഹത്തെ ഭയപ്പെടുന്നു, ഒന്നുമല്ലെങ്കിൽ ദൈവത്തെ ഭയപ്പെടുന്നു. ഇതിലേതെങ്കിലും ഒരു ഭയം എന്നെ ഭരിച്ചില്ല എങ്കിൽ ഞാൻ നിങ്ങളെ കൊന്നുവെന്ന് വരും. ഇവിടെ യേശു പറയുന്നു, അങ്ങനെ കൊല്ലാൻ നിൻ്റെ മനസ്സിൽ നീ നിരൂപിച്ചപ്പോൾ തന്നെ നിൻ്റെ മനസ്സുകൊണ്ട് നീ ആളെ കൊന്നു കഴിഞ്ഞു. പിന്നെ നീ ചെയ്യാതിരുന്നതിന് കാരണങ്ങൾ വേറെയാണ്. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ കൊലപാതകവും ചെയ്യുന്നവന് ലഭിക്കുന്ന അതേ ശിക്ഷ. പഴയ നിയമത്തിൽ കൊലപാതകം ചെയ്യുന്നവൻ ന്യായവിധിക്ക് യോഗ്യനാകും. ഞാനോ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവനും ന്യായവിധിക്ക് യോഗ്യനാകും എന്ന് പറഞ്ഞാൽ, പഴയ നിയമത്തിലെ കൊലപാതകത്തിന് ലഭിക്കുന്ന അതേ ശിക്ഷയാണ് പുതിയ നിയമത്തിൽ കോപിക്കുന്നവനും ലഭിക്കുന്നത്. ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളൊക്കെ കൊലപാതകികളല്ലേ എന്ന് ചിന്തിക്കേണ്ടതാണ്. നാം ഇങ്ങനെ എത്ര പേരെ നമ്മുടെ മനസ്സിൽ നമ്മൾ കൊന്നിട്ടുണ്ട്, ഇപ്പോഴും കൊന്നുകൊണ്ടിരിക്കുന്നു, നാളെയും കൊല്ലാൻ സാധ്യതയുണ്ട്. ഇതേ അർത്ഥത്തിലാണ് അതിൻ്റെ 27, 28 വാക്യങ്ങൾ വരുമ്പോൾ യേശു പറയുന്നു, സ്ത്രീയെ മോഹിക്കേണ്ടതിന് ഇവിടെ നോക്കുന്നവരെല്ലാം അവളോട് വ്യഭിചാരം ചെയ്തു. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ്. ആക്ട് നടക്കണമെന്നില്ല, മനസ്സിൽ നിരൂപിച്ചാൽ തന്നെ പ്രവൃത്തി ചെയ്തതിന് തുല്യമാണ്. അപ്പം അതുകൊണ്ടാണ് കർത്താവ് ഹൃദയത്തിൻ്റെ വിശുദ്ധി ആവശ്യപ്പെട്ടത്. നമുക്കറിയാം, പഴയ നിയമത്തിലെല്ലാം ശരീരത്തിൻ്റെ പുറത്തുള്ള വിശുദ്ധിക്കാണ് പ്രാധാന്യമെങ്കിൽ പുതിയ നിയമത്തിൽ മനസ്സിൻ്റെ വിശുദ്ധി കർത്താവ് ആവശ്യപ്പെട്ടത് കൊണ്ടാണ് എല്ലാ പാപങ്ങളും മനസ്സിൽ നമ്മൾ നിരൂപിക്കുന്നു. ചിലതൊക്കെ പ്രവൃത്തിപരമായി ചെയ്യുന്നു, ബാക്കിയൊക്കെ മനസ്സിൽ നമ്മൾ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്നു. ഈ വ്യഭിചാരമെന്ന് പറയുമ്പോൾ പലപ്പോഴും പല കുടുംബ ബന്ധങ്ങളിലും നമ്മൾ വ്യഭിചാരം എന്ന് പറയുമ്പോൾ മറ്റൊരാളുമായിട്ട് ബന്ധപ്പെടുന്നത് മാത്രമാണ് വ്യഭിചാരമായി കണക്കാക്കിയിട്ടുള്ളത്. യേശുവിൻ്റെ പഠിപ്പിക്കലനുസരിച്ച് അങ്ങനെ വേണമെന്നില്ല. പല കുടുംബ ജീവിതങ്ങളിലും ഇത് സംഭവിക്കുന്നുണ്ട്. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിലൊക്കെയായി ഭാര്യ ഭർത്താവിനെയോ ഭർത്താവ് ഭാര്യയോ വെറുക്കുന്നതായ ഒരു സാഹചര്യം വരുമ്പോൾ മറ്റ് ഇതര ബന്ധങ്ങളിലേക്ക് പോകാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് മനസ്സിൽ വെറുപ്പുള്ള ജീവിത പങ്കാളിയുമായി ബന്ധം പുലർത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ ബന്ധം പുലർത്തണമെങ്കിൽ ഇഷ്ടപ്പെട്ട മറ്റൊരു സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ മനസ്സിൽ വരും എന്ന് പറഞ്ഞാൽ അർത്ഥം, പരസ്ത്രീയെ മനസ്സിൽ ധ്യാനിച്ച് സ്വഭാര്യയുമായി ബന്ധപ്പെടുകയോ
പരപുരുഷനെ മനസ്സിൽ ധ്യാനിച്ച് സ്വഭർത്താവുമായി ബന്ധപ്പെടുകയോ ചെയ്താൽ കിടക്കിൽ ചെയ്യുന്നത് പക്കാ വ്യഭിചാരമാണ്. ഇവിടെ ആള് മാറിയിട്ടില്ല, പക്ഷെ മനസ്സിൽ ആള് വേറെയാണ്. ഇതിനുള്ള സാധ്യത കുടുംബജീവിതത്തിൽ ധാരാളമുണ്ട്. എപ്പോഴെന്ന് ചോദിച്ചാൽ ദമ്പതികൾ അഭിപ്രായ വ്യത്യാസത്തിലും അല്ലെ അങ്ങനെയുള്ളതായ വെറുപ്പിലും ഒക്കെ നമ്മൾ കഴിയുന്നതായ സാഹചര്യങ്ങളിൽ. ഇങ്ങനെയുള്ള ബന്ധത്തിലാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നതെങ്കിൽ അത് പ്രശ്നമാണ്. കാരണം പുരുഷൻ്റെ ജീൻ അല്ലെ സ്ത്രീയുടെ അണ്ടം അത് വ്യഭിചാര ചിന്തയാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 13-ാം അധ്യായം 7-ാം വാക്യം പൗലോസ് പറയുന്നു, വിവാഹം ഏവർക്കും മാന്യമാണ്, കിടക്ക നിർമ്മലമായിരിക്കട്ടെ. വിവാഹം ഏവർക്കും മാന്യമാണ്, കിടക്ക നിർമ്മലമായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ വിശുദ്ധിയാണ് പൗലോസ് ഇവിടെ ആവശ്യപ്പെടുന്നത്. ആ ബന്ധത്തിൽ മക്കൾക്ക് ജന്മം നൽകുവാൻ നമുക്ക് ഇടയായിട്ട് തീരണം. നമ്മുടെ നാട്ടിൽ ഒരു പഴമൊഴിയുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പട്ടരി പൊട്ടലില്ല എന്ന് പിതാക്കന്മാർ പറയുമായിരുന്നു. എന്തെന്ന് ചോദിച്ചാൽ ബ്രാഹ്മൺസ് മക്കൾക്ക് ജന്മം നൽകാൻ ദിവസങ്ങളും ആഴ്ചകളും നീണ്ടു നിൽക്കുന്ന വ്രതശുദ്ധിയുണ്ട്. ഭക്ഷണ കാര്യത്തിലും പൂജാതി കർമ്മങ്ങളിലും അവരുടെ മനസ്സിനെ ഒക്കെ ശുദ്ധീകരിച്ച് ആ ഒരു പശ്ചാത്തലത്തിൽ മാത്രമേ മക്കൾക്ക് ജന്മം നൽകാൻ അവർ ബന്ധപ്പെടുകയുള്ളൂ. അതുകൊണ്ടാണ് പഴമക്കാർ പറഞ്ഞത്, ബ്രാഹ്മണൻ്റെ കുഞ്ഞിനെ കൊണ്ട് ഒരു കോഴിക്കുഞ്ഞിനെ പോലും കൊല്ലാൻ പറ്റില്ല, കാരണം അവൻ്റെ മനസ്സ് അങ്ങനെയാണ് രൂപപ്പെട്ടത്. നമ്മുടെ കുടുംബങ്ങളിൽ എന്താണ് സംഭവിക്കുക? വിവാഹം കഴിക്കുന്നു എന്നുള്ളതല്ലാതെ വെറുപ്പ്, വിദ്വേഷം, പക, അസൂയ, വ്യഭിചാരങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ മക്കൾക്ക് ജന്മം നൽകുന്നു. നമുക്കറിയാലോ, ആധുനിക മനഃശാസ്ത്രം പറയുന്നത് ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും സ്ട്രക്ചർ തീർന്ന ബിൽഡിങ്ങാണ്. ഒരു ബിൽഡിങ് നിലനിൽക്കുന്ന അതിൻ്റെ സ്ട്രക്ചറിലാണ്, ബാക്കിയൊക്കെ മോഡിഫിക്കേഷൻസാണ്. പിന്നെ മോറൽ ടീച്ചിങ് കൊണ്ടൊക്കെ കുറേയൊക്കെ അവൻ്റെ ജീവിതത്തെ കുറേയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ പ്രധാന സന്ദർഭങ്ങളിൽ, പ്രത്യേക സന്ദർഭങ്ങളിൽ ഒറിജിനൽ മുഖം പുറത്തു വരികയും ചെയ്യും. അപ്പോൾ ഇത് കർത്താവിൻ്റെ ഈ പഠിപ്പിക്കലുകളെ നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കി അതനുസരിച്ച് നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മൾ ജീവിക്കേണ്ടതാണ്. അല്ലാതെ മറ്റൊരാളുമായി ബന്ധപ്പെടുന്നത് മാത്രമല്ല അഡൾട്ടറി അഥവാ വ്യഭിചാരമെന്ന് പറയുന്നത്. ഇവിടെ യേശു പറയുന്നു. അപ്പം നമുക്കിങ്ങനെ ഇത് പറയുമ്പോൾ നമുക്ക് മറ്റൊരു ചോദ്യം ചോദിക്കാം. ഈ കോപിക്കരുതെന്ന് പറഞ്ഞ കർത്താവ് യെരുശലേം ദേവാലയത്തിൽ കോപിക്കുകയും വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും ശിക്ഷിക്കുകയും അല്ലെങ്കിൽ കയറുകൊണ്ട് ചമ്മട്ടി ഉണ്ടാക്കി അവരെ അടിച്ചു എന്നൊക്കെയാണല്ലോ നമ്മൾ വായിക്കുന്നത്. അതേതായാലും കർത്താവ് അവിടെ ചിരിച്ചുകൊണ്ടല്ലല്ലോ ചെയ്തത്. കർത്താവ് കോപിച്ചുകൊണ്ട് തന്നെയല്ലേ അതൊക്കെ ചെയ്തത്. അപ്പോൾ കർത്താവും ഇതേ ന്യായവിധിക്ക് യോഗ്യനാവുകയില്ലേ എന്ന് വേണമെങ്കിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, കോപം രണ്ട് രീതിയിലുണ്ടാകാം. ഒന്ന്, സ്നേഹത്തിൽ നിന്ന് കോപം ഉണ്ടാകും. നീതിമാനായ ഒരു മനുഷ്യന് അനീതി കാണുമ്പോൾ കോപിക്കും. പക്ഷെ ആ കോപത്തിൻ്റെ പ്രത്യേകത അത് നീണ്ടു നിൽക്കില്ല. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, കോപിപ്പിൻ, പാപം ചെയ്യരുത്. കോപിച്ചാലും പാപം ചെയ്യണം. കോപിക്കാൻ അവകാശമുണ്ട്. ഒരു അനീതി കാണുമ്പോൾ, തെറ്റ് കാണുമ്പോൾ നമ്മൾ കോപിക്കണം, ശാസിക്കണം, ശിക്ഷിക്കണം. അതൊക്കെ ഇത് ശരിയാണ്. പക്ഷെ അതിൻ്റെ പ്രത്യേകത അത് നീണ്ടു നിൽക്കില്ല എന്നുള്ളതാണ്. നമ്മൾ മാതാപിതാക്കൾ മക്കളോട് കോപിക്കുകയും ശിക്ഷിക്കുകയും ശാസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതെങ്ങനെ ഉണ്ടാകുന്ന കോപമാണ്? വെറുപ്പിൽ നിന്നോ വിദ്വേഷത്തിൽ നിന്നുണ്ടായ കോപമാണോ? അല്ല, സ്നേഹത്തിൽ നിന്ന് ഉടലെടുത്ത കോപമാണ്. ആ കോപത്തിനൊരിക്കലും ദൈർഘ്യമില്ല. സൂര്യൻ അസ്തമിക്കുവോളം കോപം മനസ്സിൽ നിൽക്കേണ്ട എന്ന് പൗലോസ് പറഞ്ഞതുകൊണ്ടാണ്. രാവിലെ കോപിച്ചാൽ സൂര്യൻ അസ്തമിക്കുന്ന സമയം കൊണ്ട് അത് അവസാനിച്ചിരിക്കണം. അത് സ്നേഹത്തിനുള്ള കോപം. എന്നാൽ കായീൻ ഹാബേലിനോട് കോപിച്ചു. ആ കോപം എന്താണ്? ഹാബേലിനെ കൊല്ലുന്നത് വരെ കായീൻ്റെ മനസ്സിൽ ആ കോപം നിലനിൽക്കും. അത് മരണകരമായ കോപമാണ്. അത് മരണകരമായ കോപമാണ്, പാപമാണ്. അപ്പോൾ അത് ഒരിക്കലും ആ കോപത്തിലേക്ക് നമ്മൾ വരാനായിട്ട് പാടില്ല. രണ്ടാമത് കർത്താവ് പറഞ്ഞു, മറ്റൊരു കാര്യം കൂടി ഈ വേദഭാഗത്ത് പറയുന്നുണ്ടല്ലോ, സഹോദരനെ നിസാര എന്നോ
മൂഢ എന്ന് പറഞ്ഞാലോ നീ ന്യായവിധിക്ക് യോഗ്യനാകും. കാരണം സൃഷ്ടിയെ അപഹസിക്കുന്നവൻ സൃഷ്ടിതാവിനെ അപഹസിക്കുന്നു എന്നുള്ളതാണ്. ഒരു മനുഷ്യന് ബുദ്ധി കുറയുന്നെങ്കിൽ അത് അവൻ്റെ കുഴപ്പമല്ല. ഒരാൾക്ക് ബുദ്ധി കൂടുതലുണ്ടെങ്കിൽ അത് അവൻ്റെ മിടുക്കുമല്ല, ദൈവദാനമാണ്. ഒരാൾക്ക് ദൈവം ബുദ്ധി കൂടുതൽ നൽകിയിട്ടുണ്ടെങ്കിൽ ഇല്ലാത്തവൻ അത് ഉപദേശിച്ച് അവനെ സ്നേഹിച്ച് അവനത് ഉപദേശിച്ച് കൊടുക്കുന്നതിനാണ് അവൻ ആ ബുദ്ധി കൂടുതൽ കൊടുത്തത്. ഒരാൾക്ക് സൗന്ദര്യം കൂടുതൽ കൊടുത്തെങ്കിൽ സൗന്ദര്യമില്ലാത്തവരെ അപഹസിക്കുന്നതിന് വേണ്ടിയിട്ടല്ല. ആ സൗന്ദര്യത്തിലല്ല കാര്യം, സ്നേഹത്തിലാണ് കാര്യമെന്ന് അത് കുറഞ്ഞവനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കാര്യം നമ്മൾ മനസ്സിലാക്കുക. സൃഷ്ടിയെ അപഹസിക്കുന്നവൻ സൃഷ്ടിതാവിനെ അപഹസിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അവൻ ന്യായവിധിക്ക് യോഗ്യനാകുമെന്ന് കർത്താവ് പറയാനുള്ളതായ കാരണം. ഉദാഹരണമായി പറഞ്ഞാൽ, നമ്മളൊരു മൺകുടം കയ്യിലെടുക്കുമ്പോൾ അതിന് ഷേപ്പ് വ്യത്യാസമുണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും ആ കുടത്തോട് ചോദിക്കുമോ, കുടമേ നീ എന്താ ഇങ്ങനെ കൂടിപ്പോയതെന്ന്? ഒരിക്കലുമില്ല. നമ്മൾ ചോദിക്കുന്നത് ഏത് കുശവനാണ് ഈ കുടമുണ്ടാക്കിയെന്ന്. നമുക്കറിയാം കുടത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ല അതിന് ഷേപ്പ്ലെസ് ഉണ്ടായത്, ആ കുശവന് പറ്റിയ ഒരു തെറ്റായിരിക്കാം. അതുകൊണ്ടാണ് നമ്മൾ ആ കുടത്തിൻ്റെ സൃഷ്ടിതാവിനെ നമ്മൾ ചോദ്യം ചെയ്യുന്നത്. ദൈവം ആർക്കെങ്കിലും വിരൂപത കൊടുക്കുന്നുണ്ടെങ്കിൽ സൗന്ദര്യമുള്ളവൻ അവനെ സ്നേഹിച്ച് സ്വർഗ്ഗരാജ്യത്തിന് അവകാശിയാകാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയെല്ലാം നല്ലതാണ്. അതുകൊണ്ടാണ് അതെല്ലാം നല്ലതെന്ന് ദൈവം കണ്ടു എന്ന് നമ്മൾ വായിക്കുന്നത്. ദൈവത്തിന് അതുകൊണ്ട് മറ്റു ഉദ്ദേശങ്ങളുണ്ട്. അപ്പോൾ ഒരു സൃഷ്ടിയെയും അപഹസിക്കുവാനോ നിസ്സാരൻ എന്ന് പറയാനോ മൂഢ എന്ന് വിളിക്കാനോ നമുക്ക് ആർക്കും അവകാശമില്ല. അപ്പം ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മളൊക്കെ ഇത് സാധാരണ എത്രയോ പ്രാവശ്യം, ഒരു ദിവസം തന്നെ പല പ്രാവശ്യം പറയുന്ന വാക്കുകളായും അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പോലും മനസ്സിൽ മറ്റുള്ളവരെക്കുറിച്ച് നമ്മളങ്ങനെ വിധിക്കാറുണ്ട്. ഒരിക്കലും അങ്ങനെ വിധിക്കാനുള്ള അവകാശം നമുക്കില്ല. കർത്താവിൻ്റെ ആ മഹത്തായ ഗിരിപ്രഭാഷണത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഹൃദയവിശുദ്ധിയോടെ സ്നേഹത്തോടെ എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്നുള്ള ബോധ്യത്തോടെ എല്ലാവരെയും സ്നേഹിച്ച് പ്രകാരമുള്ളൊരു ജീവിതം നയിപ്പാൻ സർവശക്തനായ ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ആ രീതിയിൽ നമുക്ക് ഇപ്പോൾ ക്രമപ്പെടുത്തുവാൻ ദൈവസ്ഥലത്തിൽ നമ്മെ തന്നെ പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കും.